പക്ഷേ എന്തായാലും ഒരു ശകേല മയ്യപ്പകോപം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-നെതിരെ അല്ലെങ്കിൽ LDF-ന് എതിരായിട്ടുണ്ടായി എന്ന് ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പുതിയ പുതിയ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഈ പോളിംഗിന് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. കാരണം അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ CPM സ്വീകരിച്ചത്. കാരണം ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. നമ്മുടെ ഹൈക്കോടതിക്ക് ഒരു ദേവസ്വം ബെഞ്ച് തന്നെയുണ്ട്. ആ ബെഞ്ചാണ് ഈ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പൊ അങ്ങനെ നേരിട്ട് സമ്മർദ്ദം ചെലുത്തുക ബുദ്ധിമുട്ടായിരുന്നു. അതിനാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില പ്രമാണിമാരെ അതിന് ചുമതലപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് തന്നെ അക്കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് 2 IPS ഉദ്യോഗസ്ഥന്മാര്, അത് മുതിർന്ന ഉദ്യോഗസ്ഥന്മാര്, അവരാണ് ഈ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ തടയിടാൻ അല്ലെങ്കിൽ അതിന്റെ വേഗത കുറയ്ക്കാൻ, അത് മന്ദീഭവിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതാരാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇനിയും ഈ ഉദ്യോഗസ്ഥന്മാർ ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും എന്ന് പറയുകയുണ്ടായി.